ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതിലെ പ്രധാനമായ ഒരു വിഷയം കാര്യം എന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ വിശ്വസ്തനായ ദാസനായ എലിയാസറിനെ തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു വിവാഹത്തിന് വേണ്ടി ഒരു കാന്തയെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ആ ദാസനായിരിക്കുന്ന അബ്രഹാമിന്റെ വിശ്വസൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരു കാന്തയെ കണ്ടെത്തി, ഒരു ഭാര്യയെ കണ്ടെത്തി അവളെ ഇസ്ഹാക്കിന്റെ മുൻപിൽ എത്തിക്കുന്ന കാര്യമാണ് നമ്മൾ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിന്റെ കാന്തയായി ഈ ഭൂമിയിൽ ഒരുക്കി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ യേശുവിന്റെ മുമ്പിൽ നമ്മളെ ഓരോരുത്തരും നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം നമ്മൾ തന്നെ വിധേയപ്പെടുത്തുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ വിധേയപ്പെടുത്തി ദൈവത്തിന്റെ ഇഷ്ടം ദൈവാത്മാവിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുമ്പോൾ, നിവർത്തിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിവർത്തിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാന്തയായി കർത്താവിനെ പോലെ ആ യേശുവിന്റെ മുമ്പിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ ഓരോരുത്തർക്കും ഇടയാകും. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു താൻ പോയതുപോലെ മടങ്ങി വരും. അപ്പോൾ നാം അവനിരിക്കുന്ന പോലെ അവനെ കാണുന്നതുകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. ആ ഒരു പ്രത്യാശയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തുന്നതും ഓരോ വഴികളിൽ കൂടെ, വിവിധങ്ങളായ വഴികളിൽ കൂടെ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാൻ തക്കവണ്ണം എന്ത് ചെയ്താലാണ്, ഏത് വഴി നടത്തിയാലാണ് നമുക്ക് അതിന് പ്രാപ്തരാകാമെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് ആ വഴിയിൽ കൂടെ ദൈവം നമ്മൾ നടത്തുന്നു എന്നുള്ള ആ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. 25-ാമത്തെ വാക്യം മുതലാണ് നമുക്ക് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. 25-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ ഒരു പ്രത്യേകമായ കാര്യം നാം കാണുന്നുണ്ട്. അതായത് ഈ അബ്രഹാമിനെ പോലെ തന്നെ, അല്ലെങ്കിൽ സാറയെ പോലെ തന്നെ അബ്രഹാമിന്റെ മകനായിരുന്ന ഇസ്ഹാക്ക് വിവാഹം കഴിച്ച റിബേക്കയും ഏകദേശം 20 ഇസ്ഹാക്കിന് 40 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തന്റെ വിവാഹം നടന്നത്. അതിനുശേഷം റിബേക്ക ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കുന്നത് ഇസ്ഹാക്കിന് 60 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഏകദേശം 20 വർഷത്തോളം മക്കളില്ലാത്തവരായി അവർ ജീവിച്ചിരുന്നു. എന്നാൽ അതിന്റെ 25-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 25-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ. തന്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഇത് ഒരു സ്ത്രീയുടെ ഉദരത്തിലുള്ള 2 ഗർഭസ്ഥ ശിശുക്കളെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ 2 മക്കള് അബ്രഹാമിന്റെ വീട്ടിലുണ്ടായിരുന്നു. മൂത്ത മോനായ ഇസ്മായിലും ജനിച്ച സന്തതിയായ ഇസ്ഹാക്ക്. ഇവിടെ ഇപ്പൊ അതുപോലെ തന്നെ ഒരമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 മക്കൾ. അവർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2 മക്കളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടായി തീർന്നു. ആ ബുദ്ധിമുട്ടിന്റെ കാരണം ഈ 2 പേരും അടങ്ങിക്കിടക്കുമല്ല ഈ അമ്മയുടെ ഉദരത്തിൽ. ഇവർ 2 പേരും തമ്മിൽ ഭയങ്കര മൽപ്പിടുത്തമാണ് ഈ അമ്മയുടെ ഉദരത്തിൽ കിടക്കാൻ. അതുകൊണ്ട് ആണ് ഇവള് പറയുന്നത്, ഇങ്ങനെയാണ് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര പ്രയാസമുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ അവൾ ചെല്ലുക. ഇന്ന്
ആത്മീയമായിട്ട് ഈ കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മൽപ്പിടുത്തമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന ഓരോ ദൈവ മക്കളുടെയും ഉള്ളിൽ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ ഈ ഒരു സ്ട്രഗിളിങ്, ഈ ഒരു മൽപ്പിടുത്തം നമുക്ക് കാണാൻ കഴിയും. പഴയ നടപ്പും പഴയ മനുഷ്യന്റെ ആ പ്രകൃതി, പുതിയ മനുഷ്യന്റെ ശീലം, അല്ലെങ്കിൽ നമ്മൾ പഴയ ആ നടപ്പ്, അതും പുതിയ മനുഷ്യനായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉള്ളിലെ പുതിയ മനുഷ്യൻ തമ്മിൽ നമ്മൾ വളരെ ജാഗരൂകരാണെങ്കിൽ, ശ്രദ്ധിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം ക്രിസ്ത്യൻ ജീവിതത്തിന്റെ വഴികളിൽ നടക്കാൻ താല്പര്യം വെക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു മൽപ്പിടുത്തം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുന്നു, അപ്പൊ തന്നെ അതിനെതിരായിട്ട് മറ്റൊരു കാര്യം ചിന്തിക്കുന്നു. ചിന്തകളിൽ പോലും ഈ ഒരു വലിയ പോരാട്ടം നടക്കുന്നതായിട്ട് നാം വിശ്വസ്തരാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ആ ചിന്തകളിലാണ് ഈ പോരാട്ടത്തിന്റെ തുടക്കം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരിച്ചാണ് ഞങ്ങൾ പിടിച്ചടക്കുന്നു എന്നൊരു ഭാഗത്ത് പറയുണ്ടായി. അപ്പൊ ചിന്തകളെ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, അപ്പോൾ തന്നെ അത് ദൈവ അനുരൂപമായ ദൈവികമായ ചിന്ത അല്ലാതിരിക്കാനും ആകാനും സാധ്യതയുണ്ട്. ദൈവികമായ ചിന്ത അല്ല എങ്കിൽ ആ ചിന്തയെ നമ്മുടെ ഉള്ളിലെ ഈ ചിന്ത വേണ്ട എന്നുള്ള വെക്കുന്നത് മുഖാന്തരം ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട്, ഒരു മൽപ്പിടുത്തമുണ്ട്, ഒരു വടംവലിയുണ്ട്. അപ്പൊ ഈ ഒരു വടംവലി എല്ലാ സമയത്തും എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ ഇത് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവസാന സമയമായപ്പോൾ തിമോഥെയോസിന് കത്തെഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് താൻ പറയുണ്ടായി. ഇപ്പോ ജീവന്റെ കിരീടത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യത തന്റെ മുമ്പിൽ 100% തെളിഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെ ആ ജീവന്റെ കിരീടത്തിന്റെ അവകാശിയായി താൻ തീരാനുള്ള കാരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ദൈവം ഒരു ഇരുന്നോട്ടെന്ന് പറഞ്ഞു കൊടുത്തതല്ല. ഞാൻ നല്ല പോർ പൊരുതി. പൗലോസ് എല്ലാ സമയത്തും ഒരു പോരാട്ടത്തിലായിരുന്നു. പൗലോസ് പോരാടിയത് പൗലോസിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരോടോ, അല്ലെങ്കിൽ പൗലോസ് താമസിച്ചിരുന്ന ആ സാഹചര്യങ്ങളിലുള്ള മറ്റു വ്യക്തികളോടോ, അല്ലെങ്കിൽ യാതൊരു മനുഷ്യനോടും തനിക്ക് പോരാട്ടമില്ലായിരുന്നു. ദൈവമക്കൾക്ക് അങ്ങനെ ഒരു മനുഷ്യരോടും പോരാട്ടം പാടില്ല എന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രബോധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ പൗലോസിന് ശക്തമായ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. ആ പോരാട്ടം പൗലോസ് പോരാടിയത് തന്നോട് തന്നെയായിരുന്നു. ആ പോരാട്ടം നടത്തിയിരുന്നത് എല്ലാ സമയത്തും താൻ പോരാട്ടത്തിലായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെല്ലാം വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും ശരിക്കും മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെല്ലാം വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഈ ഒരു പോരാട്ടം അവരുടെ ഉള്ളിൽ എല്ലാ സമയത്തും കാണാൻ കഴിയും. അപ്പൊ നമ്മളെല്ലാവരും ഒരു പോരാട്ടത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ്. ഇതിന്റെ ഒരു സിംബോളിക്കലായിട്ടാണ്, ഇതിന്റെ ഒരു ഉപമാനമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഉള്ളിൽ രണ്ട് മക്കൾ തമ്മിൽ ഭയങ്കര സ്ട്രഗിളിംഗ്. ഇതേ സ്ട്രഗിളിംഗ് ആയിരുന്നു അബ്രഹാമിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. അബ്രഹാമിന്റെ വീട്ടില് യേശാവും അബ്രഹാമിന്റെ ഹാഗാറിന്റെ മകനായിരിക്കുന്ന ഇസ്മായേലും വാഗ്ദത്താൽ ജനിച്ച ഇസാക്കും തമ്മിൽ ഒരു പോരുണ്ടായിരുന്നു. അതെല്ലാ സമയത്തും ജയിക്കാൻ സാധ്യതയുള്ളത് 13-14 വയസ്സുള്ള ഹാഗാറിന്റെ സന്തതി തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം
ദൈവത്തിന്റെ വാക്യപ്രകാരം സാറായിക്ക് ജനിച്ച 4 വയസ്സുള്ളവനെക്കാട്ടിലും ഏകദേശം 8-10 വയസ്സ് 9-10 വയസ്സ് പ്രായമുള്ളവൻ ഇപ്പൊ 4 വയസ്സുള്ളവനും 13 വയസ്സുള്ളവനും തമ്മിൽ ഒരു സ്ട്രഗിളിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും 13 വയസ്സുകാരനെ ജയിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് മൂത്തവൻ ഇളവനെ സേവിക്കും. ഇളവൻ മൂത്തവനെ സേവിക്കുന്നു, മൂത്തവൻ ഇളവനെ സേവിക്കും. ഇപ്പോൾ ദൈവം ഈ സ്ത്രീയോട് അങ്ങനെ പറയും, മൂത്തവൻ ഇളവനെ സേവിക്കും. 2 വംശം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ 2 മക്കള് ഇവര് പുറത്തു വന്നു. നമുക്കറിയാം യാക്കോബും ഏശാവുമാണ്. യാക്കോബും ഏശാവും പുറത്തു വന്നത് 2 പേരും വന്നു. ആദ്യമേ വന്നത് ഏശാവാണ്, ചുവന്നവനായി വന്നു. ആ ഏശാവിന്റെ പ്രത്യേകത ശരീരം മുഴുവൻ രോമം ഉണ്ടായിരുന്നു. അങ്ങനെ ഏശാവ് പുറത്തു വന്നു, യാക്കോബ് വന്നു. യാക്കോബ് പുറത്ത് വരുമ്പം യാക്കോബ് ചെയ്തിരുന്നൊരു കാര്യം, ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. പുറത്ത് വരുമ്പോൾ തന്നെ അങ്ങനെയാണ് പുറത്ത് വന്നത്. ദൈവം പറഞ്ഞത് 2 വംശങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. 2 വംശങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് തിരിയും. 2 ജാതികളാണ്. അപ്പൊ മൂത്തവൻ ഇളവനെ സേവിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വാക്തത്വം. ഈ ദൈവത്തിന്റെ മൂത്തവനാണ് ഒരു വീട്ടിലെ എല്ലാ സ്വത്തിന്റെയും അവകാശം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അറിയാം. എന്നാൽ ഈ മൂത്തവന് ഈ സ്വത്ത് കിട്ടണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു ഭാഗത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്ന ഒരു കാര്യം, ജ്യേഷ്ഠാവകാശം വംശാവലി പ്രകാരം എണ്ണാനുള്ളതല്ല. ജ്യേഷ്ഠാവകാശം മൂത്തവന് ജ്യേഷ്ഠാവകാശം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ജ്യേഷ്ഠാവകാശം വംശാവലി പ്രകാരം എണ്ണാനുള്ളതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ യാക്കോബിന്റെ 12 മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ യോസേഫിനാണ് യഥാർത്ഥത്തിൽ ഇരട്ടി പങ്ക് ലഭിച്ചത്. അത് വംശാവലി പ്രകാരമല്ല. വംശാവലി പ്രകാരമാണ് യോസേഫിന് അത് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇവിടെ യാക്കോബും ഏശാവും 2 പേരും അമ്മയുടെ ഉദരത്തിൽ പുറത്തു വന്നു. ഏശാവ് മൂത്തവനാണ്, യാക്കോബ് ഇളയവനുമാണ്. ഇവർ 2 പേരും നമ്മൾ പറഞ്ഞു 2 സിസ്റ്റത്തിന്റെ സിമ്പലാണ്. അവർ 2 പേരും വളർന്ന് ഇസാക്കിന് കാഴ്ചയ്ക്ക് തകരാറ് വന്നു. ഇസാക്കിന്റെ കണ്ണിന് കാഴ്ചയില്ലാതെ കാഴ്ച കുറഞ്ഞു. ആ സമയത്ത് ഇസാക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഏശാവ് വളർന്നത് ഒരു വേട്ടക്കാരനായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏശാവ് കൊണ്ടുവരുന്ന വേട്ടയിറച്ചി അപ്പന് ഭക്ഷിച്ചിട്ടുണ്ട്. ഇസാക്കിന് ആ വേട്ടയിറച്ചിയിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ രുചി വളരെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ കാഴ്ചയ്ക്ക് കണ്ണ് മങ്ങിപ്പോയ ഇസാക്ക് ഒരു കാര്യം ഏശാവിനോട് പറഞ്ഞു, നീ മൂത്തവനാണല്ലോ, നീ പോയിട്ട് വേട്ട മൃഗത്തെ പിടിച്ച് അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് എനിക്ക് കൊണ്ടുതരണം. അതിന്റെ കാരണം ആ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സമൃദ്ധിയായ ഭക്ഷണം കഴിച്ച് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ ഈ ഏശാവ് വേട്ടയാടാൻ വേണ്ടി പോയി. ഏശാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഏശാവ് ഒരു വേട്ടക്കാരനായിരുന്നു, വനാന്തരങ്ങളിലൊക്കെ താമസിച്ചിരുന്നത്. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല. യാക്കോബ് സാധുശീലനായിരുന്നു, കൂടാരങ്ങളിൽ പാർത്തിരുന്നു. ഈ ഏശാവ് വേട്ടയ്ക്ക് വേണ്ടി പോയ സമയത്ത് നമ്മൾ കാണുന്ന കാര്യം, യാക്കോബിന്റെ അമ്മ യാക്കോബിനെ അധികം സ്നേഹിച്ചു, ഏശാവിനേക്കാൾ യാക്കോബിനെ സ്നേഹിച്ചിരുന്നു. ആ സമയത്ത് ഈ അമ്മ യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഏശാവ് വേട്ടയാടി മൃഗത്തെ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് പിതാവിന് കൊടുത്തു. അങ്ങനെ അപ്പന് ആ വേട്ടയിറച്ചി തിന്നിട്ട് ഏശാവിനെ അനുഗ്രഹിക്കും. എന്നാൽ അതിനു മുൻപ് ഈ അപ്പന്റെ അനുഗ്രഹം നിനക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം. അവന് മുൻപായിട്ട് നീ ഈ പാകം ചെയ്ത മാംസം അപ്പനെ കൊണ്ട് കൊടുത്ത് രുചികരമായ ഭക്ഷണം കഴിച്ച് ഏശാവിനെ അനുഗ്രഹിക്കേണ്ട അനുഗ്രഹം നിനക്ക് കിട്ടും.
അതിന് കാട്ടിപ്പോയി വേട്ടയിറച്ചി കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്, 2 ആടിനെ കൊണ്ടുവന്ന് അതിനെ പാകം ചെയ്ത് അപ്പന് കൊടുക്കാം. അങ്ങനെ ഈ കാര്യം യാക്കോബിന് സമ്മതമായി. യാക്കോബ് അങ്ങനെ ചെയ്തു. ഈ യാക്കോബ് അമ്മയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പൻ എന്നെ തപ്പി നോക്കുമ്പോൾ ഏശാവിന്റെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, എൻ്റെ ശരീരത്തിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏശാവ് അല്ല എന്ന് അപ്പന് തോന്നിയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായി തീരുമല്ലോ, അനുഗ്രഹം ശാപമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയുണ്ട്. ഈ മാംസം റെഡിയാക്കുന്ന ഈ ആടിന്റെ തോല് തന്നെ ധരിപ്പിക്കുക, അല്ലെങ്കിൽ മൂത്ത മകനായ ഏശാവിന്റെ വസ്ത്രം അവിടെ കിടപ്പുണ്ട്. ഏശാവ് വേട്ടയ്ക്ക് പോയിരിക്കുക. അപ്പൊ മൂത്ത മോന്റെ വസ്ത്രം ഈ അമ്മ എടുത്തിട്ട് ഈ യാക്കോബിനെ ധരിപ്പിച്ചു, അണിയിച്ചു. അങ്ങനെ ഈ മൂത്ത മോന്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് ഈ യാക്കോബ് ഏശാവാണ് എന്നുള്ള രീതിയിൽ അപ്പൻ പിതാവിന്റെ അടുത്ത് ചെല്ലുക. പിതാവ് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ? അത് ഞാൻ പറഞ്ഞു. ഉടനെ അപ്പൻ്റെ സംശയം, എൻ്റെ സംസാരം ഏശാവിൻ്റെതാണ്, യാക്കോബിൻ്റെതാണ്, സംസാരം യാക്കോബിൻ്റെതാണ്, എന്നാൽ ഇവന്റെ ശരീരം തൊട്ട് നോക്കിയപ്പോൾ അത് ഏശാവിന്റെ പോലുണ്ട്. അപ്പോൾ അപ്പൻ ഒരു കാര്യം ചെയ്തു, നീ അടുത്ത് വാ, ഞാൻ നിന്നെ ചുംബിച്ചു നോക്കട്ടെ. അങ്ങനെ ചുംബിക്കാൻ വേണ്ടി യാക്കോബിനെ അപ്പനായ ഇസാക്ക് അടുത്ത് വിളിച്ചു. പിതാവിന്റെ അടുത്ത് പോയി ചുംബിക്കാൻ വേണ്ടി പിതാവ് യാക്കോബിനെ അടുത്ത് ചുംബിക്കുവാണ്. ചുംബിച്ചപ്പം ഈ അപ്പന് കിട്ടിയ മണം യാക്കോബിന്റെ മണമല്ല, ഏശാവിന്റെ മണം. ആ ഏശാവിന്റെ മണം കിട്ടാൻ ഉണ്ടായ കാരണം ഈ ഏശാവിന്റെ ഒരു വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു, ഒരു വിശേഷമായ വസ്ത്രം. ആ വസ്ത്രമാണ് ഇപ്പോൾ യാക്കോബ് ധരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമുൻപാകെയുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അത് ഏശാവായിരിക്കുന്ന ജ്യേഷ്ഠന്റെ വസ്ത്രമാണ്. ആത്മീയമായിട്ട് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നീതിയാൽ നാം നീതീകരിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കൽ നമുക്ക് ചെല്ലാനുള്ള ഏക കാരണം. എന്ന് തന്നെയുമല്ല, ഈ മൂത്ത സഹോദരനായിരിക്കുന്ന ഏശാവിന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ പിതാവ് കൊടുക്കാൻ വിചാരിച്ചിരുന്നത്, അത് മുഴുവനും ഈ അനുജനായ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടാൻ ഉള്ള കാരണം ഈ മൂത്ത സഹോദരന്റെ വസ്ത്രം നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നത് മാത്രം പോരാ. ദൈവത്തിന്റെ വചനത്തിൽ ഈ അപ്പൻ ഈ യാക്കോബിനെ ചുംബിക്കുന്നുണ്ട്. ചുംബിക്കുമ്പോൾ അപ്പന് കിട്ടിയ മണം ഏശാവിന്റെ മണം തന്നെയാണ്. എന്നുവെച്ചാൽ മൂത്ത മോന്റെ മണം തന്നെയാണ്, യാക്കോബിന്റെ മണമല്ല കിട്ടുന്നത്. അപ്പോസ്തലൻ പൗലോസ് അതിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. അപ്പോ ക്രിസ്തു എന്ന ജ്യേഷ്ഠ സഹോദരന്റെ ആ സൗരഭ്യവാസനയാണ് അനുജന്മാരായിരിക്കുന്ന അപ്പോസ്തലൻ പൗലോസിനും എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്, ആയി വരേണ്ടത്, ഉണ്ടാകേണ്ടത് മൂത്ത സഹോദരനായ ഏശാവ്. ഇവിടെ അക്ഷരീയമായ ഏശാവിന്റെ ആ മണം, അഥവാ ആത്മീയമായി നമ്മുടെ മൂത്ത സഹോദരനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മണമാണ് പിതാവായ ദൈവത്തിന് നമ്മളെ മണക്കുമ്പോൾ കിട്ടേണ്ടത്. ആ മണം പിതാവിന് കിട്ടിയാൽ മാത്രമേ പിതാവിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ മൂത്ത സഹോദരനായ ഏശാവിന്റെ വസ്ത്രം, വിശേഷമായ ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം നാം ഓരോരുത്തരും ധരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, ആ ഏശാവിനായതും കർത്താവ് യേശു ക്രിസ്തുവിന്റെ
മണം നമ്മളിൽ പ്രകടമാകണമെങ്കിൽ നമ്മളെല്ലാ ദിവസവും കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ നടന്ന പോലെ നടക്കണം. അങ്ങനെ ഒരു മണം കിട്ടണമെങ്കിൽ ഒരു യാഗമായി തീരണം. എല്ലാ ദിവസവും യേശു ക്രിസ്തു തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുക എന്ന യാഗം ഇടതടവില്ലാതെ തന്റെ ജീവിതത്തിൽ നടന്നിരുന്നു. എന്നതുപോലെ നമ്മളെ ഓരോരുത്തരെയും എല്ലാ സമയത്തും ഒരു യാഗമായി തീരുവാണെങ്കിൽ ആ യാഗത്തിന്റെ മണം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലെത്തും. ആ യാഗത്തിന്റെ മണം നമ്മൾ ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയും കുടുംബവും, ആ നോഹ ചെയ്തത് പെട്ടകത്തിലുണ്ടായിരുന്ന ശുദ്ധിയുള്ള 7 പക്ഷികൾ 7 മൃഗങ്ങൾ എല്ലാം ശുദ്ധിയുള്ളത് 7 ഉണ്ടായിരുന്നു, ശുദ്ധിയില്ലാത്ത ഈ 2 ഉണ്ടായിരുന്നു. അതിൽ ശുദ്ധിയുള്ള 7 സൂക്ഷിച്ചതിന്റെ കാരണം, അതിനെ നോഹ കരുതിയതിന്റെ കാരണം, നോഹയ്ക്കറിയാം ദൈവത്തിന് യാഗം കഴിക്കുന്നത് ശുദ്ധിയുള്ള മൃഗങ്ങളെ പാടുള്ളൂ, പക്ഷികളെ പാടുള്ളൂ. അപ്പൊ ശുദ്ധിയുള്ളതിന്റെ 7ാമത്തേത് ഒരു യാഗത്തിന് വേണ്ടി ആ മനുഷ്യൻ കരുതിയതാണ്. അങ്ങനെ ആ യാഗം പെട്ടതിൽ നിന്നിറങ്ങിയ നോഹ ആ യാഗം കഴിച്ചു. ആ യാഗം ദൈവസന്നിധിയിലെത്തി. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമാണ്, ഇനി ഒരിക്കലും ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കത്തില്ല എന്ന് ദൈവം അന്ന് ഒരു പ്രോമിസ് ചെയ്തു. ആ വാക്തത്തിന്റെ അടയാളമായിരിക്കുന്ന ഒരു വില്ല് മേഘത്തിൽ വെച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യരോടും എന്ന് മാത്രമല്ല മൂക്കിൽ ജീവവിശ്വാസമുള്ള സകല ജീവജന്തുക്കളോടും അന്ന് ഒരു ഉടമ്പടി ചെയ്തത് ആ വില്ല് മേഘത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, ഒരു യാഗം കഴിച്ചത് വഴിയാണ് ദൈവം അന്ന് ആ യാഗം മണത്തിട്ടാണ് അങ്ങനൊരു അങ്ങനൊരു വാക്യത്തിലേക്ക് ദൈവം എത്തിയത്. എന്നതുപോലെ എല്ലാ ദിവസവും കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന പോലെ നാം കർത്താവ് നടന്ന പോലെ നടക്കാൻ മനസ്സ് വെക്കുന്നവരും അതുപോലെ നടക്കുന്നവരുമാണെങ്കിൽ, അഥവാ എല്ലാ സമയത്തും ഒരു യാഗമായി തീരുവാണെങ്കിൽ, ആ യാഗത്തിന്റെ മണമാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉള്ളതുപോലെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന, പിതാവിന് ഇഷ്ടം തോന്നുന്ന, പിതാവിന് പ്രസാദം വരുന്ന ഒരു യാഗമായി നാം തീരുന്ന മണമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ഇടയായി തീരുന്ന മണം എന്ന് പറയുന്നത്. എല്ലാ സമയത്തും സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് പിതാവിന്റെ ഇഷ്ടം എന്തോ അത് മാത്രം ചെയ്യുന്നവരാക്കി നമ്മൾ തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുക വഴിയാണ് ഈ യേശാവിന്റെ അഥവാ മൂത്ത സഹോദരന്റെ മണം ഈ യാക്കോബിന് ആയി വരുന്നത്. യാക്കോബിന്റെ യഥാർത്ഥ മണമാണ് ഈ പിതാവിന്റെ ലഭിച്ചിരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന് പകരം ശാപം വാങ്ങി അവിടുന്ന് മാറേണ്ടി വന്നേനെ. എന്നാൽ ഇങ്ങനെ ഈ ശാപം അനുഗ്രഹം ലഭിക്കാതെ പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ സമയത്ത് അതിന് മുമ്പ് ഏശാവ് പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബ് ഒരു പായസം വെച്ചു. ആ പായസത്തിന്റെ താല്പര്യം ഏശാവ് പ്രകടിപ്പിച്ചു. അപ്പോൾ ഏശാവിനോട് യാക്കോബ് പറയുന്നതിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഈ പായസം തരാം. അപ്പൊ ഏശാവ് ചെയ്ത കാര്യം, തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി ജ്യേഷ്ഠാവകാശം യാക്കോബിന് കൊടുത്തു. ആ യാക്കോബിന് ലഭിച്ച ജ്യേഷ്ഠാവകാശം ഏശാവിന് ഏശാവിനുള്ള അവകാശമായിരുന്നു. ആ അവകാശം ഇപ്പോൾ ജ്യേഷ്ഠന്റെ അവകാശം ഇപ്പോൾ അനുജന് കിട്ടി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപയാൽ യേശു ക്രിസ്തുവിനോട് ഒരു കൂട്ടവകാശം ദൈവം നമുക്ക് തരാൻ ഇടയായി. യാക്കോബ് ഈ പായസം ഉണ്ടാക്കി അത് ഏശാവിന് കൊടുത്തു. നമ്മൾ ഏശാവിനെ കുറിച്ച് വായിക്കുന്നത്, ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞുന്ന എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏശാവ് കണ്ണുനീരോടെ അപേക്ഷിച്ചു എങ്കിലും മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് ഏശാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ അവകാശം ദൈവം നമുക്ക് തന്നു ഉണ്ട് എന്നതാണ് ഈ അക്ഷരീയമായ കാര്യത്തിൽ കൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇപ്പൊ അക്ഷരീയമായ ഈ കാര്യത്തിൽ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടതല്ല, മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചാണ്. ഇന്ന് നമ്മുടെ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. ആ അവകാശം അവിടെ നമ്മൾ കാണുന്നത്
ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ അഭക്തനെ പോലെ ആയിത്തീരരുതെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കൂട്ടവകാശം നമുക്ക് തന്നെ നഷ്ടപ്പെടുത്താനുള്ള ഇടയുണ്ട്. അത് ആ നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്നത് യേശാവ് നഷ്ടപ്പെടുത്തിയത് ഒരു ഊണിന് വേണ്ടിയായിരുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഈ ക്രിസ്തുവിലുള്ള ഈ അവകാശം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതൊരു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണമെന്ന്, അന്ന് യേശാവിന് ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു. ഇന്ന് പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്കായിരിക്കാം. ഒരു വാക്ക് പോലും ദൈവത്തിന് നാം കാണുന്നുണ്ടല്ലോ. കർത്താവ് യേശു ക്രിസ്തു തന്നെ പഠിപ്പിക്കട്ടെ, പറയുണ്ടായി, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യൻ ആയിരുന്നു. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ അത് ജ്യേഷ്ഠാവകാശം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാരോടുള്ള സഹോദരി ബന്ധം, ആത്മീയമായ സഹോദരി ബന്ധത്തിന് എത്രത്തോളം നമ്മൾ വില കൽപ്പിക്കണം എന്നുള്ള ആ ഒരു സത്യം യേശുവിന്റെ പഠിപ്പിക്കലിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ സഹോദരവർഗത്തെ സ്നേഹിക്കണമെന്നും സഹോദര പ്രീതി നിർത്തണമെന്നും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മുന്നറിയിപ്പുണ്ട്. ഈ ഇയ്യോബിന്റെ പുസ്തകത്തില് ഈ ഒരു കാര്യം കിടനായിട്ട് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായത്തില് അവിടെ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായത്തിൽ അതിന്റെ 12 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 12 വാക്യം. അതിന്റെ 15, 16, 17 വാക്യങ്ങളിലും ഈ കാര്യം തന്നെ ഉണ്ട്. അവിടെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു ജലജന്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, മഹാനക്രം എന്നൊരു ജലജന്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മഹാനക്രം. പിന്നെ ദൈവം പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ലെന്ന്. അതിന്റെ ചേലത്തെ രൂപത്തെയും അതിന്റെ എല്ലാ ആകാര വടിവിനെ കുറിച്ചും അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും എല്ലാത്തിനെയും കുറിച്ചും അവിടെ വിവരിക്കുന്നുണ്ട്. വിവരിച്ചിട്ട് ദൈവം പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ദൈവം വിശുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല എന്ന് ബൈബിളിലേക്ക് ഞാൻ കാണുന്നില്ല, നമ്മൾ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നിരിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല. അതിന്റെ പല വിശേഷതകളിൽ 1-2 വിശേഷതകൾ നമുക്ക് പറയാം, ചിന്തിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിന്റെ ചെതുമ്പൽ നിര അതിന് ഡംബമായിരിക്കുന്നു, അത് ഒന്നിനോടൊന്ന് പറ്റിയിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ കാറ്റ് കടക്കത്തില്ല. അപ്പോ ഒന്നിനോടൊന്ന് പറ്റിയിരിക്കുന്നതും ഉള്ളിൽ കാറ്റ് കടക്കാത്തതുമായ ഒരു ജീവിയുണ്ട്. ആ ജീവിയെക്കുറിച്ച് ദൈവം പറയും, ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഏതെങ്കിലും ജീവിയെക്കുറിച്ച് മിണ്ടാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് മിണ്ടാനുണ്ട്. അല്ലാതെ വേറെ ഒരു ജീവിയെക്കുറിച്ച് മിണ്ടാനില്ല അതിനെക്കുറിച്ച്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല. അപ്പൊ അതിന്റെ ഏറ്റവും ഡംബമായിരിക്കുന്ന കാര്യം, അതിന്റെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം, അതിന്റെ ചെതുമ്പൽ നിര ഒന്നിനോടൊന്ന് പറ്റിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ അതിന്റെ ഇടയിൽ കൂടെ കാറ്റ് പോലും കടക്കത്തില്ല. ദൈവമക്കളുടെ സഹോദര ബന്ധം ഇപ്രകാരം ഇതുപോലെ ആയിരിക്കണം. വളരെ അടുത്തിരിക്കുന്നതും യാതൊരു വിധത്തിലുള്ള ആശയപരമായ വിദ്വേഷങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു കാര്യം കൊണ്ടോ വേർപിരിക്കാൻ കഴിയാതെ വണ്ണം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് അടുത്ത് കാറ്റ് കടക്കാൻ കഴിയാതെ വണ്ണം ഒന്നിനോട് പറ്റിയിരിക്കുന്നതായിരിക്കണം ഈ ലോകത്തിൽ ദൈവമക്കളുടെ സഹോദരി ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ഉള്ള അവകാശം നമുക്ക് നിലനിർത്താൻ കഴിയും. എല്ലാ സമയത്തും ആ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താതിരിക്കാൻ കഴിയും.
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ഇടവരും. മൂട എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും. അതുകൊണ്ട് ഏശാവ് ഒരു ഊണിനാണ് ജ്യേഷ്ഠാവകാശം ഏശാവ് നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മുടെ ഒരു വാക്കിന് പോലും ഇന്ന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ എത്രത്തോളം കരുതിയതും കരുതലുള്ളതും എത്രത്തോളം വിശുദ്ധമുള്ളതും ആയിരിക്കണം എന്ന് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ ദിവസം അല്ല, ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എത്ര കരുതലുള്ളതായിരിക്കണം എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് എല്ലാ സമയത്തും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.